പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചയാണ്, കടമുള്ള ദിവസമാണ്. പോരാത്തതിന് വലിയ നോമ്പ് കാലവുമാണ്. ഈ നോമ്പാചരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ക്രൈസ്തവർക്കും, വിശേഷിച്ച് കത്തോലിക്കർക്കും, ഹൃദയാഹ്ലാദകരമായ ഒരു വാർത്തയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായി, അധികം പേര് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജോർജ് ജെ മാത്യു നയിക്കുന്ന നാഷണൽ ഫാർമേഴ്സ് പാർട്ടി, അങ്ങനെ ഒരു പാർട്ടിയെ പറ്റി കേട്ടുള്ളവർ വളരെ കുറവായിരിക്കും. ജോർജ് മാത്യുവിനെ ചിലരെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ട്. പൊട്ടംകുളം അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജോർജ് ജെ മാത്യു പഴയ ഒരു കേരള കോൺഗ്രസ് നേതാവും പിൽക്കാലത്ത് കോൺഗ്രസിന്റെ MLA ആയിരുന്നു. ഏറെക്കാലമായിട്ട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പോലും കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ട്. അദ്ദേഹം സ്ഥാപിച്ച് നട്ട് നനച്ച് വളർത്തിയ നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്ന പാർട്ടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന മഹത്തായ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചേർന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ കാണാനിടയായി. ഞാനല്ലാതെ ഇതിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല. കാരണം ഈ ജോർജ് ജെ മാത്യു ഇപ്പം അത്ര ലൈം ലൈറ്റിലില്ല കുറെ കാലമായിട്ട്. എന്നെ പോലുള്ള ആളുകൾക്ക്, ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും അദ്ദേഹത്തെ ഇപ്പോൾ ഓർമ്മയുണ്ടാവും എന്നെനിക്കറിയില്ല. ജോർജ് ജെ മാത്യു കാഞ്ഞിരപ്പള്ളിയിലെ അതിസമ്പന്ന കുടുംബാംഗമാണ്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബറുള്ളത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം റബ്ബറുള്ളത് കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ഏറ്റവും അധികം റബ്ബറുള്ളത് പൊട്ടംകുളം അപ്പച്ചനാണ് എന്നാണ്. പൊട്ടംകുളം അപ്പച്ചൻ എന്നറിയപ്പെടുന്ന ജോർജ് ജെ മാത്യു കേരള കോൺഗ്രസിന്റെ സ്ഥാപകരിൽ ഒരാളാണ്. 1964 കേരള കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ മാണി സാർ അവിടെ ഉണ്ടായിരുന്നില്ല, PJ ജോസഫ് ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ് ഈ ജോർജ് ജെ മാത്യു. അന്ന് അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്. മദ്രാസിലെ ലൊയോള കോളേജിൽ നിന്ന് BSc പാസ്സായി അദ്ദേഹം കൃഷിയും പൊതുപ്രവർത്തനവുമായിട്ട് കഴിയുന്ന കാലത്താണ് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ജ്യേഷ്ഠനാണ് പിൽക്കാലത്ത് കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്ന KV കുര്യൻ. വലിയ നേതാവൻ KV കുര്യന്റെ കൂടെയാണ് ഇദ്ദേഹവും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. പിൽക്കാലത്ത് കേരള കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായി മാറിയ സാക്ഷാൽ KM മാണി സാറിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു പരിമിത വൃത്തത്തിൽപ്പെട്ട ഒരാളായിരുന്നു. 9 അംഗ സംഘം എന്നറിയപ്പെട്ട ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഈ KM മാണിയും മറ്റുമൊക്കെ ചേർന്ന് KM ജോർജിനെ ഒരു വഴിക്കാക്കിയത്. പാർട്ടിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. മാണി തന്നെ പാർട്ടിയുടെ പരമോന്നത നേതാവായിട്ടും മാറിയതും മന്ത്രിയായതും ഒക്കെ. അതൊക്കെ വലിയ ചരിത്രമാണ്, ഇവിടെ പറയാൻ തുടങ്ങിയ തീരെ. ഇതേക്കുറിച്ച് പിന്നീട് മാണിയുമായി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം നമ്മുടെ ജോർജ് ജെ മാത്യു ഒരു പുസ്തകം എഴുതിയിട്ട് കേരള കോൺഗ്രസ് അനുഭവങ്ങളും അടിയൊഴുക്കുകളും എന്നാണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ തന്നെ കാസ്റ്റിംഗ് മന്ത്രിസഭ എന്ന പുസ്തകം എഴുതുന്ന കാലത്ത് ആശ്രയിച്ച പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഈ അടിയൊഴുക്കുകളും അനുഭവങ്ങളും എന്ന പുസ്തകം. ആ പുസ്തകം ഇപ്പം വിപണിയിലില്ല. ഞാൻ തന്നെ PT നാസറിൻ്റെ ഇത് കടം മേടിച്ച് വായിച്ചു എന്നാണ് ഓർമ്മ. അങ്ങനെ പൊട്ടംകുളം അപ്പച്ചൻ കേരള കോൺഗ്രസ് പിളർപ്പിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണ്. 1977 മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം കുതിര അടയാളത്തിൽ മത്സരിച്ച് പാർലമെന്റ് അംഗമായി. അങ്ങനെ 2 കൊല്ലത്തിലധികം പാർലമെന്റിൽ അംഗമായിരുന്നു. അപ്പോഴത്തേക്കും പാർലമെന്റ് പിരിച്ചു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മൂവാറ്റുപുഴയിൽ തന്നെ വീണ്ടും മത്സരിച്ചു. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥിയോട്, മുണ്ടക്കൽ ബേബി ആയിരുന്നു, മുണ്ടക്കൽ ബേബിയോട് മത്സരിച്ച് തോറ്റുപോയി. നിസ്സാര ഭൂരിപക്ഷത്തിന് വ്യത്യാസത്തിലാണ് ഇദ്ദേഹം തോറ്റത്. ജോർജ് ജെ മാത്യുവിനെ തോൽപ്പിച്ചത് അന്ന് കേരള കോൺഗ്രസിന്റെ ഒരു തിങ്ക് ടാങ്കായിരുന്ന TM ജേക്കബിന്റെ കൂത്തിയാണെന്നാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ജോർജ് ജെ മാത്യുവിനോട് വളരെ സാദൃശ്യമുള്ള വേറൊരു ജോർജ് കുട്ടിയാണ് മൂവാറ്റുപുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ മത്സരിപ്പിച്ചു. ജോർജ് ജെ മാത്യുവിന്റെ ചിഹ്നം കുതിരയാണ്. മറ്റേ ആരാലും അറിയപ്പെടാത്ത മറ്റേ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഒട്ടകമാണ്. വോട്ട് ചെയ്യാൻ പോയ ആളുകൾ പലരും, പ്രത്യേകിച്ച് വയസ്സായ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒക്കെ, ഈ ഒട്ടകം ഏതാണ് കുതിര ഏതാണെന്ന് മനസ്സിലാകാതെ, തിരിച്ചറിയാൻ പറ്റാതെ കുതിരയ്ക്ക് ചെയ്യേണ്ടിയിരുന്ന വോട്ട് ഒട്ടകത്തിന് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടകം അടയാളത്തിൽ മത്സരിച്ച ഈ അപരൻ വളരെയധികം വോട്ടുകൾ പിടിച്ചു. ജോർജ് ജെ മാത്യു നിസ്സാരമായ ഏതാണ്ട് 1000 വോട്ടിനോ 2000 വോട്ടിനോ തോറ്റുപോയി. പിന്നീട് പുള്ളി പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടില്ല. പിന്നീട് അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുമുമ്പ് ട്രഷററായിരുന്നു, ചെയർമാനായിരുന്നു. ഇദ്ദേഹം ചെയർമാനായിരിക്കുന്ന സമയത്താണ്
കോട്ടയം പട്ടണത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പി ടി ചാക്കോയുടെ പ്രതിമ സ്ഥാപിച്ചു. പി ടി ചാക്കോയുടെ പ്രതിമ സ്ഥാപിക്കണമെന്ന കാര്യത്തിൽ കെ എം മാണിക്ക് വലിയ നിർബന്ധ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ജോർജ് മാത്യു ആണ് പണം പിരിച്ചത്, പ്രതിമ ഉണ്ടാക്കിച്ചത്. അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം ജി രാമേന്ദ്രനെ കൊണ്ടുവന്നു ഈ പ്രതിമയുടെ അനാച്ഛാദനം നടത്തിച്ചത്. പിന്നീട് മാണി സാറും പുള്ളി തമ്മിൽ തെറ്റി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാണി ഗ്രൂപ്പ് കൊടുക്കുന്ന പിന്തുണ പിൻവലിക്കണം എന്ന അഭിപ്രായക്കാരനായിരുന്നു മാണി. പിൻവലിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു ജോർജ് മാത്യു, ജോനപ്പൻ നമ്പാടനും മറ്റു ചിലർ. ഒടുവിൽ മാണിയുടെ പിടിവാശി വിജയിച്ചു. അവർ പിന്തുണ പിൻവലിച്ചു. മാണി ഗ്രൂപ്പ് ഐക്യമുന്നണിയിലേക്ക് പോയി. അതിനുശേഷം ഇവർ തമ്മിലുള്ള ബന്ധം ശിഥിലമായി. ജോർജ് മാത്യുവിനെ മാണി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷമാണ് അദ്ദേഹം ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേരള കോൺഗ്രസ് അനുഭവങ്ങളും അടിയൊഴുക്കുകളും എന്ന ഗ്രന്ഥം എഴുതി. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചുപോയി. പിന്നീട് 1987 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു റിബലായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചു. അന്ന് ഇദ്ദേഹം ജയിച്ചില്ലെങ്കിൽ പോലും UDF സ്ഥാനാർത്ഥിയായിരുന്നു തോമസ് കല്ലമ്പള്ളി, സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. പിന്നീട് 1991 അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി അടയാളത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം ആവർത്തിച്ചു. പിന്നീട് ഈ കാഞ്ഞിരപ്പള്ളി മണ്ഡലം ഏതാണ്ട് പഴയ വാഴൂർ മണ്ഡലത്തിൽ ലയിപ്പിക്കുകയും അതിൻ്റെ പേര് മാത്രം കാഞ്ഞിരപ്പള്ളി എന്നാക്കി നിലനിർത്തുകയും ചെയ്ത സമയത്ത് 2011 അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് പിന്മാറുന്നത്. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും കേട്ടിരുന്നില്ല. ആളിപ്പോഴും ഉണ്ടോ എന്ന് പോലും സംശയിച്ചു. ഏതായാലും പ്രത്യേകിച്ച് പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമല്ല, നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്നൊരു പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു. ആ പാർട്ടി ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഈ നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്നുള്ള പേരിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹം ഇപ്പോഴും കർഷകനാണ്. കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി പോരാടുന്ന ഒരു ധീര സേനാനിയാണ്. അപ്പോൾ ഈ സാബു എം ജേക്കബ് നയിക്കുന്ന 2020 വ്യവസായികളുടെയും മറ്റുമൊക്കെ ക്ഷേമത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ ഇദ്ദേഹം കർഷകർക്ക് വേണ്ടി പോരാടുന്ന ആളാണ്. കാഞ്ഞിരപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ ഫാർമേഴ്സ് പാർട്ടി കൂടി വന്നതോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ബഹുജന അടിത്തറ കൂടുതൽ വിപുലമായി എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും രാജ്യരക്ഷാ മന്ത്രി നമ്മുടെ രാജ്നാഥ് സിംഗിൻ്റെയും ഒക്കെ കരങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചൈനയോ അമേരിക്കയോ സോവിയറ്റ് യൂണിയനോ ഒന്നും നമുക്ക് പേടിക്കേണ്ടതില്ല. ജോർജ് മാത്യുവും മോഡിയുടെ കൂടെ കൂടിയിട്ടുണ്ട്, സാബു എം ജേക്കബും കൂടിയിട്ടുണ്ട്, കാമരാജ് കോൺഗ്രസും ഉണ്ട്, പിന്നെ തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ ഉണ്ട്, രാജീവ് ചന്ദ്രശേഖറാണ് BJP നയിക്കുന്നത്. ഏത് നിലയ്ക്ക് നോക്കിയാലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു കൈ നോക്കാം എന്ന അവസ്ഥയിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും ഈ വൈകിയ വേളയിലും ജീവിത സായന്തനത്തിലും പോരാട്ട വീര്യം കൈവിടാതെ പോകുന്ന പൊട്ടംകുളത്ത് അപ്പച്ചന് എല്ലാ വിജയാശംസകളും നേരുന്നു. നാളെ നമതേ.